നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കഴിഞ്ഞ ദിവസം മുനമ്പം ഭൂസംരക്ഷണ സമിതി ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രൂക്ഷമായിട്ടുള്ളൊരു പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. എന്താണ് അതിന്റെ ഒരു പ്രധാന കാരണം? എന്തായിരുന്നു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞത്, ഇപ്പോൾ സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡുമായി ചേർന്നിട്ട് ഒരു റിവ്യൂ പെറ്റീഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമുക്ക് വളരെ അനുകൂലമായ ഒരു വിധി തന്നിട്ടും വഖഫ് ബോർഡിന് അത് പ്രതികൂലമായിട്ടുള്ളൊരു വിധിയാണ്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് സംസ്ഥാന സർക്കാർ ഇവിടെ പറയുന്നത് അവർ നമ്മൾക്ക് വേണ്ടി കേസിന് പോയെന്നുള്ള. ആ കേസിന് പോയിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു കവിയേറ്റെങ്കിലും ഫയൽ ചെയ്യേണ്ട ഒരു കടമ അവർക്കുണ്ട്. അവർക്ക് ഞങ്ങളോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരു കവിയേറ്റെങ്കിലും ഫയൽ ചെയ്യേണ്ട ഒരു കടമയുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മാസമായി ഈ വിധി വന്നിട്ട് ഇതുവരെയും അതിനുള്ളൊരു അവസരം സംസ്ഥാന സർക്കാർ പോയിട്ടില്ല. സംസ്ഥാന സർക്കാർ ശരിക്കും ഒരു വഞ്ചനാപരമായ ഒരു കാര്യമാണ് ചെയ്തത്. അതായത് LDF സർക്കാരിനെ ബഹിഷ്കരിക്കണമെന്നാണ് ഞങ്ങൾ പറയുള്ളൂ. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിനെയും ബഹിഷ്കരിക്കണം. കാരണം ഇപ്പോൾ ഒരു റിവ്യൂ പെറ്റീഷന് വേണ്ടി വഖഫ് ബോർഡിന് അനുകൂലമായിട്ടൊരു റിവ്യൂ പെറ്റീഷനുമായിട്ടാണ് അവർ പോകുന്നത്. അത് മുനമ്പം ജനതയ്ക്കുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുക, വഞ്ചിക്കുക എന്നുള്ളത്. ഈ ഇലക്ഷൻ ടൈമിന് അത്രയ്ക്കും ഒരു സംഘടിതമായ ഒരു വിഭാഗത്തിന് വേണ്ടി, വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ ഒരു പാവങ്ങൾ, അതായത് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും അതൊരു റിവ്യൂ പെറ്റീഷന് പോകണമെങ്കിൽ എത്രയും നീചമായ ഒരു മനസ്സുള്ളവരായിരിക്കുള്ളൂ ഈ സർക്കാർ. പ്രത്യേകിച്ച് ഈ മന്ത്രിമാരും ഇവിടെ ഇരിക്കുന്ന MLAയും വി രാജീവ് എന്നും പറഞ്ഞ് ഞങ്ങളുടെ രക്ഷകരെന്നും പറഞ്ഞിട്ട് ഈ അടുത്ത് ഇവിടെ കിടന്ന് ഓടി നടന്നിരുന്ന വെച്ചാൽ കമ്മ്യൂണിസ്റ്റിന്റെ ആൾക്കാരോടും ചോദിക്കാനുള്ളൂ. കാരണം ഈ സമയത്താണ് റിവ്യൂ പെറ്റീഷന് പോകുന്നത്. ഇവർക്ക് ഈ വിധി വെച്ച് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ റവന്യൂ അവകാശങ്ങളും തരാനായിട്ട് ഇവർ ബാധ്യസ്ഥരല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആർക്ക് വേണ്ടിയാണ് ഇവരിപ്പോൾ ഭരിക്കുന്നത്? ഈ സംഘടിത മതവിഭാഗത്തിനെ മാത്രം പ്രീണിപ്പിച്ചാൽ മതി. അപ്പം ഞങ്ങളെ ആരും വേണ്ടെന്നാണ് പറയുന്നത്. ഈ ഹൈക്കോടതി വിധി എന്താണ് ഇവർക്ക് ഇത്രയും അനുകൂലമായ ഒരു വിധി വന്നിട്ട് ഇവർക്ക് എന്താണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പറ്റാത്തത്? അത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മുനമ്പത്തെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? മുനമ്പത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനസികാവസ്ഥയിൽ രക്ഷിച്ചവരുടെ കൂടെയുള്ളവരാണ് മുനമ്പത്തെ മാനസികാവസ്ഥ. ആരാണ് നമ്മളെ രക്ഷിച്ചത്? ആരും നമ്മളുടെ കൂടെ ഉണ്ടാവും. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് BJP ആണ് അവരെ രക്ഷിച്ചത്. BJP നമുക്ക് വേണ്ടി ഒരു പുതിയൊരു ചട്ടവും പുതിയൊരു നിയമം കൊണ്ടുവന്നതിന് ശേഷം UDF എന്ന് പറയുന്ന വിപത്താണ് രണ്ടാമത് ഹൈക്കോടതിയിൽ പോയത്, സുപ്രീം കോടതിയിൽ പോയത് ഞങ്ങൾക്കെതിരെ അപ്പോൾ അതിൻ്റെ സുപ്രീം കോടതിയിലേക്കുള്ള യാത്ര ഞങ്ങൾക്ക് വരാനുള്ള ചട്ടങ്ങളെല്ലാം താമസിപ്പിച്ചു. ഞങ്ങൾക്ക് ഇനി ശീതകാല സമരത്തിലായിരിക്കുള്ളൂ പുതുതായിട്ട് ചട്ടങ്ങൾ വരാനുള്ള കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും അനുകൂലമായ ഒരു ഘടകം ഉണ്ടായിട്ടും LDF സർക്കാർ ഇത് എങ്ങനെയെങ്കിലും വഖഫായിട്ട് ഇതൊന്ന് പ്രഖ്യാപിച്ച് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറിയൊക്കെയാണ് ഇപ്പോൾ LDF സർക്കാർ. ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് മുനമ്പത്തെ ജനത കോൺഗ്രസിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഭൂരിപക്ഷ ആളുകളും. പ്രത്യേകിച്ച് 90% മുനമ്പത്തെ ജനത ക്രൈസ്തവർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതികരിക്കാൻ നിലവിൽ കോൺഗ്രസ് പോലും തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കും? കോൺഗ്രസ് പോലും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ നമ്മളുടെ ഹിജാബ് വിഷയം. അപ്പോൾ ചോദിക്കും, മുനമ്പവും ഹിജാബ് വിഷയമായിട്ട് എന്ത് കാര്യമെന്ന്. പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളിപ്പോൾ പറയുകയാണ് അതൊരു ഹിജാബ് വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിലല്ല. പക്ഷെ ആ ഹിജാബ് വിഷയത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാർ, വീണ്ടും ഞാൻ പറഞ്ഞ ഹിജാബ് വിഷയത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാർ അവർ മുനമ്പത്തുണ്ട്. അവരുടെ പേര് വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയുമാണ്. അപ്പൊ അവർക്ക് വേണ്ടി അവിടെ സംസാരിക്കാനായിട്ട് ആദ്യം ഓടിയെത്തിയത് ആരാണ്? UDFന്റെ MP ആയ ഐബീഡനാണ്. അപ്പൊ അവരെ രണ്ടുപേരെയും ബോഡി ഗാർഡാക്കിയിട്ട് അപ്പുറം ഇപ്പുറം കൊണ്ടുവന്നിട്ട് അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് UDFനെ വിശ്വസിക്കുന്നത്? ഇവിടെ നടക്കുന്ന ഈ വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്നത് ഞങ്ങളെ കുഴി ചാടിച്ചേക്കണ ഇവർക്ക് വേണ്ടി വേറൊരു കാര്യത്തിന് സംരക്ഷിക്കുക. അപ്പൊ അതിനർത്ഥം അവരായിട്ട് ബന്ധമുണ്ടെന്നല്ലേ? ഇപ്പോൾ ഈ നിലവിൽ ഇവിടുത്തെ പള്ളി അങ്കണത്തിൽ നടക്കുന്ന സമരസമിതി അതിന് നേതൃത്വം നൽകുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവരുടെ ഒരു മാനസികാവസ്ഥ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താണ്? ശരിക്കും എല്ലാവരും അവരുടെ മാനസികാവസ്ഥ, മൊത്തം മുനമ്പം ജനതയുടെ മാനസികാവസ്ഥ വേറൊരു ദിശയിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ റിവ്യൂ പെറ്റീഷനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആരുണ്ട് ഞങ്ങളുടെ കൂടെ എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. ഞങ്ങളിപ്പോ സംരക്ഷിക്കുമെന്നും പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ LDFന്റെ ബോർഡ് കണ്ടോ? എന്താണ് എഴുതിയേക്കുന്നത്? നീതിപീഠത്തിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം വീണ്ടും നീതിപീഠത്തിന്റെ അടുത്തോട്ട് അവർ സമീപിക്കണം എന്തും പറഞ്ഞാണ്, മുനമ്പം ജനതയെ ഇവിടെ ഇറക്കി വിടണമെന്നും പറഞ്ഞിട്ടാണ്. അതിലുപരി ഇവിടുത്തെ കുറെ പ്രാദേശിക നേതാക്കന്മാരുണ്ട്. അവരുടെ ഒരു പ്രാദേശിക സമ്മേളനം ഇവിടെ ഈ അടുത്ത് നടന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ മുനമ്പം വാർഡ് എന്ന് പറയുന്നത് 1800
വോട്ടേഴ്സ് ഉള്ള ഒരു വാർഡാണ്. അതിൽ LDFന്റെ പ്രാദേശിക നേതൃത്വം ആഹ്വാനം ചെയ്ത അതായത് ഒരു മഹാസമ്മേളനം എന്ന് പറഞ്ഞാൽ 22 പേരാണ് ഈ സമ്മേളനത്തിൽ ഈ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന 22 പേരാണ്. ബാക്കി 6 ബസ്സിന് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ പ്രാദേശിക നേതാക്കന്മാർ എന്താണ് ചെയ്തത്? ഇവിടെ വന്നിരുന്നുണ്ട് ഞങ്ങൾക്കെതിരെ കുറ്റം പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളിലേക്ക് 4 പേര് ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നിരന്തരം നടന്നിരുന്ന ജീവിതകാലം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നടന്നിരുന്ന 4 പേര് ഞങ്ങളിലേക്ക് മെമ്പർഷിപ്പ് എടുത്തു. ഞങ്ങൾ കഴിഞ്ഞ അപ്പൊ അവര് പറഞ്ഞ എന്താണ്, ഈ പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ മുനമ്പം ജനത അധിക്ഷേപിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രസംഗം നടത്തിയതിനെതിരെയാണ് ആ ഒരൊറ്റ ഘടകത്താലാണ് അവർ ഞങ്ങളിലേക്ക് മെമ്പർഷിപ്പ് എടുത്തത്. അപ്പൊ ഈ പ്രാദേശിക നേതാക്കന്മാർ ഇപ്പൊ ഇവിടുത്തെ കുറച്ച് പ്രാദേശിക നേതാക്കന്മാരുണ്ട്, എന്താ പറയണ, പക്ഷെ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക ഘടകത്തിനോട് പറയാനുള്ളത്, മുകളിലെ ഘടകത്തിനോട് ഈ പ്രാദേശിക നേതാക്കന്മാരെ നിങ്ങൾ നിർത്തണം. കാരണം അവരുടെ വിവരക്കേടുകളും അവരുടെ അറിവില്ലായ്മയും ഞങ്ങൾക്ക് അതൊരു വോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വന്ന് ഞങ്ങളെ ചീത്ത പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം നാട്ടില് വന്നിട്ട് സ്വന്തം നാട്ടുകാരെ തന്നെ ചുമ്മാ ചീത്ത പറഞ്ഞിട്ടാണ് ഒരു പ്രാദേശിക സമ്മേളനം നടത്തിട്ട് പോയിട്ട്. എന്നിട്ട് അന്ന് അവർ പറഞ്ഞ എന്താണ്, നീതിപീഠത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. ഇപ്പൊ നീതിപീഠത്തിന്റെ അടുത്തോട്ട് വീണ്ടും പോവുകയാണ് ഈ മുനമ്പം ജനതയെ ഇറക്കി വിടണമെന്നും പറഞ്ഞുണ്ട്. ഇതിനൊരു പരിഹാരം എന്നോണം, അല്ലെങ്കിൽ മുനമ്പത്തെ ജനതയെ പൂർണ്ണമായിട്ടും ഇതൊന്ന് ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഗൃഹസമ്പർക്കങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രതികരണം കൂടി എങ്ങനെയാണ്? സാധാരണ ജനങ്ങൾ എല്ലാവർക്കും ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി, ആരാണ് ആരെന്നും ആരുടെ ഓരോരുത്തരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും. ഞങ്ങളിപ്പോ ഏകദേശം ഞങ്ങളൊരു 75% ഗൃഹസമ്പർക്കം നടത്തിയപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറയുന്നത് എന്താണെന്നും യഥാർത്ഥ സത്യം എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ BJPയുടെ ഒരു പ്രവർത്തനം ഈ പറയുന്ന കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് പെട്ടെന്നൊരു വിശ്വാസം BJPയിലുണ്ടോ? തീർച്ചയായിട്ടും ഈ നിൽക്കുന്ന ഇവരെല്ലാം ഞങ്ങളെല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു. ഇത്രയും പേരെങ്കിലും ഞങ്ങളുടെ കൂടെ വരാനിരിക്കുന്നവരെല്ലാവരും കോൺഗ്രസ്സുകാരല്ലേ. അപ്പൊ അത് തന്നെയല്ലേ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിശ്വാസം. ഞങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നത് അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഈ വരാൻ പോകുന്ന പ്രാദേശിക. അപ്പൊ നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇന്നിപ്പോ BJPയുടെ നേതൃത്വത്തിൽ ഇപ്പൊ ഇങ്ങനെ ഈ റിവ്യൂ പെറ്റീഷൻ വന്നതിന്റെ സ്ഥിതിക്ക് ഞങ്ങൾ ഈ വരുന്ന ഞായറാഴ്ച ഒരു വാഹന പ്രചരണ ജാഥയായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ഒരു ദിവസം തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് നടയിൽ ഞങ്ങൾ കിട്ടാവുന്ന ആൾക്കാർ പോയി ഒരു ദിവസം ഒരു ഉപവാസം, ഒരു സൂചന എന്ന നിലയ്ക്ക്. കാരണം ഈ റിവ്യൂ പെറ്റീഷനുമായി സർക്കാർ പോകരുത്. അവര് ഹൈക്കോടതിയെ സമീപിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പഴയതുപോലെ ആക്കി തരണമെന്നുള്ളതിൻ്റെ ഒരു സൂചന സമരം എന്ന നിലയിൽ ഞങ്ങൾ ഈ വരുന്ന ഞായറാഴ്ച ഒരു രാവിലെ ഇവിടെ നിന്ന് പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ തിരുവനന്തപുരത്തേക്ക് ഒരു വാഹന പ്രചരണ ജാഥ സർക്കാരിനെതിരെ, LDF സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിങ്കളാഴ്ച രാവിലെ എത്തിയതിനു ശേഷം അവിടെ ഒരു ദിവസം ഉപവാസം ചെയ്യാനായിട്ട് സമരസമിതി നേതൃത്വത്തിലാണ് എല്ലാവരും ഉണ്ടാക്കി. അതില് വീട് നഷ്ടപ്പെടുന്നവരാർക്ക് വേണമെങ്കിലും വരാം. അവിടെ ഒരു BJPയുടെ രാഷ്ട്രീയമല്ലെങ്കിലും എല്ലാവരും വരാൻ, കുറെ പേര് വരാൻ. പക്ഷെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്കൊരു ബസ്സിൽ കൊള്ളാവുന്ന ആൾക്കാരുമായി ഞങ്ങൾ പോകും.